നമസ്കാരം. ലങ്കയിലേക്ക് പോകുന്നതിനുള്ള മാർഗം ആലോചിക്കുകയാണ് ശ്രീരാമദേവനും വാനരസംഘവും ഒക്കെ ഒന്നിച്ചു ചേർന്നു. അതിനിടയിൽ വിഭീഷണന് രാജാവാക്കി അഭിഷേകം ചെയ്തു. തുടർന്ന് എന്താ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ശ്രീരാമദേവൻ വാനരവൃന്ദത്തോടും വിഭീഷണനോടും ഒക്കെ തന്നെ എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോൾ ഇവർ എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഒരഭിപ്രായം ഉയർന്നു വന്നത് വരണദേവനെ ക്ഷണിച്ചു വരുത്തി വരണദേവൻ്റെ പിന്തുണ തേടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം സാഗര രാജാവാണല്ലോ വരണദേവൻ. ആ വരണദേവനെ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഉചിതമെന്നൊരു അഭിപ്രായം അവിടെ ഇങ്ങനെ ഉയർന്നു വന്നു. അപ്പോൾ ശ്രീരാമദേവനും പറഞ്ഞു, അതാണ് നമുക്ക് തോന്നുന്ന കാര്യം. ഈ നിലയിൽ അഭിപ്രായപ്പെട്ടതനുസരിച്ച് ശ്രീരാമദേവൻ കിഴക്കോട്ട് ദർഭ വിരിച്ച് അവിടെ ആസനസ്ഥനായി പത്മാസനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 3 ദിവസം രാവും പകലും പ്രാർത്ഥിച്ചിട്ടും വരണൻ പ്രത്യക്ഷനായില്ല. 3-ാം ദിവസം ശ്രീരാമദേവന്റെ കണ്ണുകളൊക്കെ വെച്ച് വന്നു. കോപം മുഖത്തേക്ക് ഇരച്ചു കയറി. ലക്ഷ്മണ എന്ന് ഉച്ചത്തിൽ ഭഗവാൻ വിളിച്ചു. അസാധാരണമായ നിലയിലുള്ള ശ്രീരാമദേവന്റെ ആ ശബ്ദവും വിളിയും കേട്ടപ്പോൾ എല്ലാവരും നടുങ്ങി. എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. ലക്ഷ്മണൻ വളരെ വേഗം പാഞ്ഞ് അവിടെ എത്തി. ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു, വില്ലെടുത്ത് അമ്പ് കുലയ്ക്കാൻ തയ്യാറായി ഏൽപ്പിക്കാൻ പറഞ്ഞു. ശ്രീരാമദേവന്റെ ഈ കോപം കണ്ട് പ്രപഞ്ചമാകെ വിറച്ചു. എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. ഈ വിധത്തിൽ ഇതുവരെ ഭഗവാന്റെ മുഖം ആരും ദർശിച്ചിട്ടില്ല. വാനരവൃന്ദം സുഗ്രീവനും ഹനുമാനും അംഗദനും ജാംബവാനും നീലനും ഗവയനും അടക്കം എല്ലാ വാനരരും അവിടെ കൂടിയിരുന്ന മുഴുവൻ സമൂഹം വിഭീഷണ അടക്കം വിറച്ചു നിൽക്കുക. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ശ്രീരാമദേവൻ പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസമായി നാം വരണനെ കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തേ വരണൻ വന്നില്ല? നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല. ഈ സാഗരം നാം ഭസ്മീകരിക്കാൻ പോവുകയാണ്, സാഗരം നശിപ്പിക്കാൻ പോവുകയാണ്. ലക്ഷ്മണനോടും മറ്റുള്ളവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു, കണ്ടോളൂ, ഈ സാഗരം നാം നശിപ്പിക്കാൻ തീരുമാനിച്ചു, ഭസ്മീകരിക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ നമ്മുടെ പൂർവികൻ സാഗരന്റെ കാലത്താണ് ഈ സാഗരം നിർമ്മിച്ചത്. അന്ന് സാഗരന്റെ 60,000 പുത്രന്മാർ യാഗരക്ഷാർത്ഥം കുഴിച്ച കുഴിയിലാണ് പിൽക്കാലത്ത് വെള്ളം കയറി സാഗരമായി മാറിയത്.
ഈ സാഗരം നശിപ്പിക്കുവാൻ ഈ കുലത്തിൽപ്പെട്ട നാം തന്നെ വേണ്ടിവരുന്നു എന്നുള്ളതായിരിക്കും നിയോഗം. നാം ഈ സാഗരം നശിപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാ ശക്തികളും എല്ലാവരും ഇങ്ങനെ വിറകൊണ്ട് നിൽക്കുകയാണ്. ആകാശത്ത് നിന്നും ഗന്ധർവന്മാരും ദേവന്മാരും ഒക്കെ തന്നെ എന്തും സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയന്ന് നിൽക്കുകയാണ്. ഈ സമയം വരുണൻ പാഞ്ഞു വന്നു. സർവാഭരണ വിഭൂഷിതനായ വരുണൻ കുറേ അധികം ദക്ഷിണയുമായി ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വന്ന് സാഷ്ടാംഗം ദണ്ഡനമസ്കാരം ചെയ്തു ഭഗവാന്. രാമ, ജയരാമ രാമ, രാഘവ, കരുണാനിധി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, കാരുണ്യനിധി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, പൊറുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് ശ്രീരാമദേവൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. രക്ഷക, രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുണൻ ഈ വിധം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. ദണ്ഡനമസ്കാരം ചെയ്തിരിക്കുകയാണ് ഭഗവാന്റെ പാദങ്ങളിൽ. ഇങ്ങനെ വന്ന് അഭയം പ്രാപിച്ച വരുണനെ കണ്ടപ്പോൾ ശ്രീരാമദേവന്റെ മുഖത്തെ ക്രോധം ഒന്ന് മെല്ലെ മാറി തുടങ്ങി. വീണ്ടും വരുണൻ പ്രാർത്ഥിക്കുകയാണ്. കരുണാഭാരതി, ജഗന്നാഥ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. രക്ഷിപ്പു 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പൊറുക്കണേ എന്ന് പറഞ്ഞെല്ലാം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ എണീറ്റ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ക്ഷമായാചന ചെയ്യുകയായിരുന്നു. ഈ വിധം വൈകിയതിനെക്കുറിച്ച് ഇത് കണ്ടപ്പോൾ ഭഗവാന്റെ മുഖം ഒന്ന് ശാന്തമായി. മുഖം ശാന്തമായത് കണ്ട് എല്ലാവരുടെ മുഖത്ത് വീണ്ടും സന്തോഷം ഉണ്ടായി. ഹനുമാന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ആ കണ്ണുനീർ ഒക്കെ മാറി മറഞ്ഞു. സകലരും ഭയന്ന് വിറച്ച് എന്ത് സംഭവിക്കുമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അന്തരീക്ഷം മാറി. ശ്രീരാമദേവൻ മെല്ലെ പറഞ്ഞു, നീ നാം കഴിഞ്ഞ 3 ദിവസമായി നിന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. നിന്റെ വരവ് പ്രതീക്ഷിച്ച് യാഗം ചെയ്യുകയായിരുന്നു. വരുണൻ പറഞ്ഞു, ഓർക്കണം ഭഗവാനെ, നാം അറിഞ്ഞില്ല സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ കാര്യം ഒന്നും നാം അറിഞ്ഞില്ല. നാം അങ്ങ് കടലിനടിയിൽ വളരെ ആഴത്തിൽ കുറേ മത്സ്യങ്ങൾ പരസ്പരം പോരടിക്കുകയായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ വേണ്ടി നാം അവിടെയായിരുന്നു. രാജാവായതുകൊണ്ട് പ്രജകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ്. ഊണും ഉറക്കവും ഇല്ലാതെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കടലിനടിയിൽ ഇങ്ങനെ മത്സ്യങ്ങളുടെ തമ്മിലെ തർക്കം പറഞ്ഞു തീർക്കുവാൻ അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നാം ഇവിടെ എത്തിച്ചേരുവാൻ വൈകിയത്. നാം അറിഞ്ഞിരുന്നില്ല ഭഗവാൻ
ഇവിടെ വന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. ഓർക്കണം, എന്ത് ചെയ്യണം എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് വരുണനിങ്ങനെ ശ്രീരാമദേവൻ്റെ മുഖത്തെ യാചനാസ്വരത്തിൽ നോക്കി നിന്നു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നാം സാഗരം നശിപ്പിക്കുവാൻ എയ്ത അമ്പ് എവിടെയെങ്കിലും ലക്ഷ്യം കണ്ടേ മതിയാവുക. അമ്പ് എയ്തുപോയി, ലക്ഷ്യം കണ്ടേ മതിയാവുക. അതിനെന്താണ് വേണ്ടത്? ലക്ഷ്യം പറയൂ വരുണൻ, നീ തന്നെ അതിൻ്റെ ലക്ഷ്യം പറയുന്നു. അപ്പോൾ വരുണൻ ശ്രീരാമദേവനോട് പറഞ്ഞു, കടലിൻ്റെ ഒരു ഭാഗത്ത് പാപം മാത്രം ചെയ്യാൻ അറിയുന്ന പാപികളായ ഒരു സംഘം രാക്ഷസ സമൂഹമുണ്ട്. അവർ അധിവസിക്കുന്നത് ത്രിമകുല്യം. ആ ത്രിമകുല്യം എന്ന സ്ഥലത്തേക്ക് ദയവായി ഈ അസ്ത്രത്തെ ലക്ഷ്യമാക്കണം എന്ന് പറഞ്ഞു. അപ്പം ദ്രുമകുല്യത്തിൽ പാർത്തുകൊണ്ടാണ് ഈ രാക്ഷസർ കടലിൽ മുഴുവൻ തന്നെ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നത്. അവർ കടലിൽ തങ്ങുകയും അത്യാവശ്യത്തിന് വേണ്ടി പല അവസരങ്ങളിലും മറ്റ് ഭൂലോകത്തിൻ്റെയും മറ്റ് ലോകങ്ങളുടെയും ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ആക്രമണം കാണിക്കുകയും വീണ്ടും കടലിനടിയിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ദ്രുമകുല്യം. അപ്പോൾ അവിടേക്ക് ലക്ഷ്യമാക്കുവാൻ വരുണൻ ശ്രീരാമദേവനോട് അപേക്ഷിച്ചു. അപ്പം അങ്ങനെ ആ അസ്ത്രം ദ്രുമകുല്യം ലക്ഷ്യമാക്കി പായുകയും അവിടെ അധിവസിച്ചിരുന്ന ഈ പാപാത്മാക്കളായ മുഴുവൻ രാക്ഷസ സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദ്രുമകുല്യം പാപമുക്തമായ ഒരു പ്രദേശമായി മാറി. അത് കഴിഞ്ഞ് വരുണനോട് ശ്രീരാമദേവൻ ലങ്കയിലേക്ക് ഈ വാനരവ്രതത്തിന് പോകുവാനുള്ള മാർഗം എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. മറ്റ് വാനരരിൽ ചിലരെങ്കിലും ആ സമയം സുഗ്രീവനും അംഗദനും ഒക്കെ തന്നെ സേതു നിർമ്മാണം, സേതു ബന്ധനമാണ് ഉചിതമായ മാർഗമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ വരുണനും അതേ അഭിപ്രായത്തോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ചിറ കെട്ടുക, ഒരു സേതു നിർമ്മിക്കുക, സേതു ബന്ധനമാണ് ഉചിതമായ മാർഗം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന നിലയിൽ വരുണനും അഭിപ്രായപ്പെട്ടു. അതിനു വേണ്ടത് എല്ലാ കാര്യവും ചെയ്തു തരാൻ വരുണൻ സന്നദ്ധനായി മുന്നോട്ട് വന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ വിശ്വകർമാവിൻ്റെ മകൻ നളൻ അവിടെ ഉണ്ട്. നളൻ വാനരനാണ്. കിഷ്കിന്ധയിലെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ് നളൻ. വിശ്വകർമാവിൻ്റെ മകൻ. ദേവശില്പിയാണല്ലോ വിശ്വകർമാവ്. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ. അപ്പം നളൻ ഈ ചുമതല ഏൽക്കുന്നത് ഉചിതമായിരിക്കും എന്ന് വരുണൻ പറഞ്ഞു. അതിന് കാരണമുണ്ട്. നളൻ ഏത് വസ്തുക്കളെടുത്ത് വെള്ളത്തിലിട്ടാലും അത് താഴ്ന്നു പോകത്തില്ല. അത് നളനുള്ള ഒരു ശാപമാണ്. ആ ശാപം ഇപ്പം ഗുണമായി ഭവിച്ചു. അതുകൊണ്ടാണ് നളനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. പിന്നെ നളനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചപ്പോൾ അംഗദനൊരു സംശയം, എന്താണ് ഈ ശാപം?
നളന് ഒരു പ്രത്യേകമായി ഇതുവരെ ഒരു ശാപമുള്ളത് കിഷ്കിന്ധയിലെ യുവരാജാവായ അല്ലെങ്കിൽ ബാലിയുടെ പുത്രനായ നാം അറിയില്ലായിരുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അത് വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ എന്നുള്ള കാര്യം അങ്കദന് അറിയാമല്ലോ. അതറിയാം. നളൻ ഗംഗാതീരത്ത് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കിട്ടുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഫലവർഗ്ഗങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷിക്കുകയും വലിച്ചെറിയുകയും എല്ലാ കുസൃതികളും കാണിക്കുകയും ചെയ്യുന്ന ഒരാളായി, ഒരു ആനനായി വളരുകയായിരുന്നു. ഗംഗാതീരമായിരുന്നു പ്രധാനമായി നളൻ്റെ കളിരംഗം. ഒരിക്കൽ ഗംഗാതീരത്ത് ഒരു മഹർഷി തപസ് ചെയ്യുകയായിരുന്നു. ഗണപതി വിഗ്രഹം വെച്ചാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നളനിങ്ങനെ കളിച്ച് ചെന്ന് ഈ മഹർഷി തപസ് ചെയ്യുന്ന ഇടത്തും ചെന്ന് മഹർഷി പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹത്തെ എടുത്ത് ഗംഗയിലിട്ടു. ഗണപതി അത് കരയ്ക്കെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് വെള്ളത്തിൽ താഴ്ന്നുപോയി. കോപിഷ്ഠനായ മഹർഷി നളനെ ശപിച്ചു, നീ ഇനി എന്തിട്ടാലും വെള്ളത്തിൽ താഴ്ന്നു പോകരുത് എന്ന് ശപിച്ചു. ആ ശാപം ആണ് നളന് ഗുണമായത്. അത് നളൻ എന്തിൽ സ്പർശിച്ചാലും അത് വെള്ളത്തിൽ ഇട്ടാൽ താഴ്ന്നു പോകത്തില്ല. അതുകൊണ്ട് നളൻ ഈ സേതുബന്ധനത്തിൻ്റെ ചുമതല ഏൽക്കണമെന്നാണ് വരുണൻ പറയുന്നത്. അതാണ് നമുക്ക് ആലോചിക്കേണ്ട വിഷയം എന്നാണ് ലക്ഷ്മണൻ അങ്കദനോട് പറഞ്ഞു. ഈ സമയം സുഗ്രീവനും ആ അഭിപ്രായം ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ശ്രീരാമചന്ദ്രൻ നളനെ വിളിപ്പിക്കുകയും ചെയ്തു. നളൻ വന്നു. നളനോട് പറഞ്ഞു, നിന്നെയാണ് നാം ഈ സേതുബന്ധനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. നിന്നെ സഹായിക്കുവാൻ ഈ കോടാനുകൂടിയുള്ള വാനരവൃതവും കൂടെ ഉണ്ട്. സേതുബന്ധനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുക. നളൻ സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. ഭഗവാൻ നമ്മെ ഈ ജോലി ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നളൻ അത്യധികം സന്തോഷത്തോടുകൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ അവർ സേതുബന്ധനത്തിനുള്ള തയ്യാറെടുപ്പായി. ഈ സമയം ഭഗവാൻ ശ്രീരാമദേവൻ ഒരു ശിലയെടുത്ത് ശിവനായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചുകൊണ്ട് ശിവപൂജ ചെയ്യുവാൻ തുടങ്ങി. രാമേശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവപൂജ ചെയ്യുവാൻ തീരുമാനിച്ചത്. ശ്രീരാമദേവൻ്റെ ഈശ്വരൻ രാമേശ്വരൻ. ആ പൂജ ചെയ്യുന്നതിനിടയിൽ ഭഗവാൻ പറഞ്ഞു, പാപമുക്തിക്ക് വേണ്ടിയാണ് നാം ഈ പൂജ ചെയ്യുന്നത്. നിരവധി പേരെ കൊന്നല്ലോ. താടക, ബാലി, വിരാധൻ, നിരവധി പേരെ കൊന്നല്ലോ. ആ പാപമുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അവിടെ ആ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഭഗവാൻ നിർവഹിച്ചത്. ശ്രീരാമചന്ദ്രൻ അത് കഴിഞ്ഞ് പറഞ്ഞു, ഇവിടെ രാമേശ്വരം എന്ന പേരിൽ ഇനി അറിയപ്പെടുകയും പാപമുക്തിക്കായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സ്നാനം ചെയ്യുകയും ചെയ്താൽ എല്ലാവർക്കും അതിൻ്റെതായ പുണ്യം ലഭിക്കും എന്ന് പറയുകയും ചെയ്തു. ആ സ്ഥലം ഇപ്പോൾ വലിയ ക്ഷേത്രവും ആരാധന സമ്പ്രദായങ്ങൾ വളരെ
വിപുലമായി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് രാമേശ്വരം. ആ രാമേശ്വര ക്ഷേത്രം ഭഗവാൻ ശ്രീരാമദേവൻ സ്ഥാപിച്ച വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സേതുബന്ധനം ആരംഭിക്കുവാൻ ശ്രീരാമചന്ദ്രൻ വാനരസേനയ്ക്ക് നിർദ്ദേശം നൽകി. അതൊരാഘോഷമായിരുന്നു, ഉത്സവം. എല്ലാ വാനരന്മാരും, ആചാനവാഹുക്കളായ വാനരന്മാരൊക്കെ വളരെ വലിയ പർവ്വതങ്ങളും എന്തെല്ലാം വസ്തുവകൾ കിട്ടുമോ അതെല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടുവന്ന് സേതു നിർമ്മാണം ആരംഭിച്ചു. ഇതിലൊക്കെ നളൻ തൊടുന്നുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇടുന്നതൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോകുമല്ലോ. അങ്ങനെ ആദ്യ ദിവസം തന്നെ അവർ 14 യോജന പൂർത്തിയാക്കി. 100 യോജനയാണ് ലങ്കയിലെത്താൻ വേണ്ടത്. രണ്ടാമത്തെ ദിവസം 20 യോജന കൂടെ പൂർത്തിയാക്കി. അങ്ങനെ 34 യോജന. അപ്പോൾ ഇതിങ്ങനെ ചിറകെട്ടുന്ന ഈ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമദേവൻ അവിടെ ഇങ്ങനെ വന്ന് ഈ നിർമ്മാണ ജോലികൾ കാണുകയാണ്. കാണുന്നതിനിടയിൽ ഒരു ചെറിയ ജീവി ഇങ്ങനെ അവിടെ വന്ന് കടൽ മുങ്ങുന്നു, നേരെ പോയി മണലിൽ കിടന്ന് ഉരുളുന്നു, തിരിച്ച് പാഞ്ഞു വന്ന് ഇങ്ങനെ കുടയുന്നു, ശരീരം കുടഞ്ഞ് മണ്ണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു, മണ്ണിൽ. ഇങ്ങനെ കുറേ പ്രാവശ്യം അയച്ചതുകൊണ്ട് അപ്പോൾ ശ്രീരാമദേവനെ ശ്രദ്ധിച്ചത് എന്താ, ഒരു ചെറിയ ജീവി, ഒരു അണ്ണാറക്കണ്ണനാണ്, അതിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ശ്രീരാമദേവൻ ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്? അപ്പോൾ അണ്ണാറക്കണ്ണന് സംസാരിക്കാൻ സമയമില്ല, പറയുക ശ്രീരാമദേവന് വേണ്ടി ലങ്കയിലേക്ക് സേതു നിർമ്മാണം നടക്കുകയാണ്, സേതുബന്ധനം നടക്കുകയാണ്. അത് വളരെ വേഗം പൂർത്തിയാക്കണം, അതിനുവേണ്ടിയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്താൽ നമുക്ക് മോക്ഷം കിട്ടും. അപ്പോൾ വീണ്ടും ശ്രീരാമദേവനോട് സംസാരിക്കാൻ സമയമില്ല, ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമദേവന് കൗതുകം തോന്നി. ഈ തങ്ങളാൽ കഴിയുന്ന ജോലി എല്ലാവരും ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് അണ്ണാറക്കണ്ണൻ പ്രതികരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമദേവനോട് പറഞ്ഞു, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ശ്രീരാമദേവൻ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നോക്കൂ, ഞാനാണ് ശ്രീരാമൻ. അത് കണ്ടപ്പോൾ അണ്ണാറക്കണ്ണന് വലിയ സന്തോഷമായി, ഭഗവാന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ അത് വളരെ ഭക്തിയാദരപൂർവ്വം അണ്ണാറക്കണ്ണൻ ശ്രീരാമദേവന് മുന്നിൽ നിന്നു. അപ്പോൾ ശ്രീരാമദേവൻ കയ്യിലെടുത്ത് അതിനിങ്ങനെ വാത്സല്യപൂർവ്വം തടവി. അപ്പോൾ ആ തടവിയതിൻ്റെ ഒരു 3 വരയാണ് ഇപ്പോഴും നാം അണ്ണാറക്കണ്ണൻ്റെ ദേഹത്തെ കാണുന്നതെന്നാണ് വിശ്വാസം. ഈ നിലയിൽ എല്ലാവരും പങ്കെടുക്കുന്ന സേതുബന്ധനം വളരെ വേഗം പൂർത്തിയായി. സേതുബന്ധനം പൂർത്തിയാക്കി വാനരർ അത്യധികം ആഹ്ലാദത്തോടുകൂടി എല്ലാവരും ഒന്നിച്ച് ലങ്കയിലേക്ക് പ്രവേശിച്ചു.